ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ആൻഡ് ഫിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ലവ് ബേഴ്സുകൾ അഥവാ ബഡ്ജേഴ്സുകൾ വേഗം എഗ്ഗിടാൻ വേണ്ടിയിട്ട് ഉള്ള 5 ഫുഡുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് തുളസി ഇല. എല്ലാവർക്കും അറിയാമായിരിക്കും തുളസി ഇല നല്ലൊരു ഫുഡാണ് ലവ് ബേഴ്സിന്. ഇത് ഫസ്റ്റത്തെ ഫുഡ് തുളസി ഇലയാണ്. തുളസി ഇല നല്ലൊരു ഫുഡാണ് ലവ് ബേഴ്സുകൾക്ക്. അത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, നന്നായിട്ട് ഗ്രോത്തും കിട്ടും. പിന്നെ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡും കൂടിയാണ് തുളസി ഇല. പിന്നെ അതിൻ്റെ തൂവലുകളൊക്കെ വേഗം വളരാൻ വേണ്ടിയിട്ടും സഹായകമായ ഒരു ഫുഡാണ് തുളസി ഇല. ഇനി നമുക്ക് രണ്ടാമത്തെ ഫുഡ് നോക്കാം. രണ്ടാമത്തത് എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ കാണും, മുരിങ്ങേൻ്റെ ഇലയാണിത്. അത് കൊടുക്കുന്നതിലൂടെ ഇതിലും പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട്. ഇതും നല്ലൊരു ഫുഡാണ് ലവ് ബേഴ്സിൽ. ഇതും കൊടുക്കാം ലവ് ബേഴ്സുകൾക്ക്. ഇതിലും പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണമാണ് ഇത്. അടുത്ത ഫുഡ് നമുക്ക് തിന മുളപ്പിച്ചതും പയർ മുളപ്പിച്ചതുമാണ് 2 ഫുഡുകൾ. നമുക്ക് തിന മുളപ്പിച്ചത് ഇവിടെ ഇല്ല, അത് കുരുത്തിട്ടില്ല. നമ്മൾ തിന ഇട്ടിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് വരുന്ന തിനകളൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇട്ട് നട്ട് അത് കുരുത്ത് ചെറിയ തൈകളായി നിൽക്കുമ്പോൾ നമുക്ക് അത് ഒന്ന് കഴുകി ലവ് ബേഴ്സുകൾക്ക് വെച്ച് കൊടുത്താൽ അത് നന്നായിട്ട് കഴിക്കുന്നതാണ്. പിന്നെ പയറും അത് കണക്ക് തന്നെ. പയറും തിനയൊന്നും കുരുക്കാൻ 2-3 ദിവസം മതി കുരുക്കാനൊക്കെ. അതും ട്രൈ ചെയ്യാം, അതും നല്ലൊരു ഫുഡാണ്. പിന്നെ അടുത്ത ഫുഡ് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക നല്ലൊരു ഫുഡാണ്. ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായകമാവും ഈ ഫുഡ് കൊടുക്കുന്നതിലൂടെ. ഇത് നല്ലൊരു ഫുഡാണ്. അസുഖമൊന്നും ലവ് ബേഴ്സുകൾക്ക് വരത്തില്ല. ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നതാണ്. നല്ലൊരു ഫുഡാണ്. പിന്നെ നമുക്ക് കണവങ്ങ കൊടുക്കാം, പിന്നെ തിന കൊടുക്കാം. പിന്നെ നമ്മൾ ബീട്രൂട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ബീട്രൂട്ട് നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിനിട്ട് കൊടുത്താൽ അതും നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. അപ്പം നമുക്ക് ഇവിടം കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നത് വരേക്കും ബൈ ബൈ.